കോഴിക്കോട് പുത്തഞ്ചേരിയിൽ കോളേജ് വിദ്യാർത്ഥിയെ മാനേജർ മർദ്ദിച്ചെന്ന് പരാതി. കൊയിലാണ്ടി ആർട്സ് കോളേജ് മാനേജർക്കെതിരെയാണ് പരാതി ഉയർന്നത്. മൊബൈൽ ഫോൺ ഉപയോഗവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥിയായ SB വൈഷ്ണവിനെ മർദ്ദിച്ചെന്നാണ് ഇപ്പോൾ കേൾക്കുന്ന പരാതി. അന്നൊരു ഉച്ചയ്ക്ക് തിണ്ടറല്ലേ, അപ്പം എൻ്റെ ക്ലാസ്സിലെ ഒരു കുട്ടി എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി, അമ്മേനെ വിളിക്കാനും ഫോൺ വാങ്ങി. അപ്പോൾ പെട്ടെന്ന് ടീച്ചർ കയറി വന്നു, പ്രിൻസിപ്പാൾ ടീച്ചർ കയറി വന്ന് ഫോൺ വാങ്ങിപ്പോയി. അപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ടീച്ചറോട് പറയാൻ പോയത് എൻ്റെ ഫോണാണെന്ന്. അപ്പോൾ ടീച്ചറോട് പറയാൻ പോയപ്പോൾ അവിടെ ഒരു മനസ്സാറുണ്ടായിരുന്നു. മനസ്സാർ കഴുത്തിൽ പിടിച്ച് ഞെരിച്ച് പുറകോട് തള്ളി. അതിനുശേഷം ഞാൻ പുറത്തിറങ്ങി അച്ഛനെ വിളിച്ച് പറഞ്ഞു. കോളേജിൽ പോയി അവിടെ നിന്ന് ചോദിച്ചു, മാഷോട് ചോദിച്ചു, പിന്നെ അവൻ്റെ ഫോണിങ്ങനെ പിടിച്ചു വെച്ചിട്ടുണ്ട്, ഫോണ് തരണോ എന്ന് പറഞ്ഞ സമയത്ത് അയാൾ പറഞ്ഞ ഫോണ് പിന്നെ ടീച്ചറാണ് പിടിച്ചു വെച്ചത്, രക്ഷിതാവ് വന്നെങ്കിൽ തരുമെന്ന് പറഞ്ഞ്. അപ്പോൾ വേറൊരു കുട്ടീൻ്റെ രക്ഷിതാവ് വരണം, ആ കുട്ടീനോട് കയ്യിലാണ് പിടിച്ചത്. അപ്പോൾ ഞങ്ങൾ അവൻ്റെ കഴുത്തിൽ പിടിച്ച കാര്യത്തെപ്പറ്റി ചോദിച്ചപ്പോൾ എൻ്റെ കൂളേതാണ്, എനിക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാം, അവനെ എടുത്ത് പുറത്തിടൂ എന്നൊക്കെ അയാൾ പറയുകയുണ്ടായി. എന്നോടും അനിയനോടും അവരായിരുന്നു പെരുമാറിയത്. ഞങ്ങൾ നേരെ വന്ന് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത്, അതിനുശേഷം അവന് കഴുത്തിന് കുറച്ചുകൂടി വേദനയൊക്കെ കൂടി പ്രശ്നങ്ങളായ സമയത്ത് വെള്ളമിറക്കാനും അതുപോലെ തന്നെ വേദന നല്ല വേദനയുണ്ടായി. എക്സ്റേ എടുത്തപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ് കഴുത്തിന് മസിലിന് നല്ലൊരു പൊട്ട് കുടുങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് ബെൽറ്റ് ഇടണം, അതിന് വേണ്ട ചികിത്സ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ബെൽറ്റൊക്കെ ഇട്ട് ഇപ്പം വീട്ടിൽ കിടപ്പിലാണ്. കോഴിക്കോട് നിന്ന് സമീർ C. മുഹമ്മദ് വിവരങ്ങളുമായി ചേരുന്നു. പറയൂ സമീർ. ഗുഡ് മോർണിംഗ് SKN. കോഴിക്കോട് പുത്തഞ്ചേരിയിലാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടായതായി പരാതി ഉയർന്നിരിക്കുന്നത്. കോഴിക്കോട് കൊയിലാണ്ടിയിലുള്ള ആർട്സ് കോളേജിലെ വിദ്യാർത്ഥിയാണ്, +1 വിദ്യാർത്ഥിയാണ് വൈഷ്ണവ്. കഴിഞ്ഞ ദിവസം കോളേജിലേക്ക് മൊബൈൽ ഫോൺ കൊണ്ടുപോയിരുന്നു. പക്ഷേ അതിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ള നിർദ്ദേശമുണ്ട്. എന്നാൽ ഈ വിദ്യാർത്ഥി ആ സമയത്തൊന്നും തന്നെ പുറത്തെടുത്തിരുന്നില്ല. പിന്നീട് ഇൻ്റർവെൽ സമയത്താണ് പുറത്തെടുത്തത്. ആ വേളയിൽ ഒരു സുഹൃത്തിന് ഫോൺ വിളിക്കാൻ വേണ്ടി കൊടുത്തു. അവിടെ അമ്മയെ വിളിക്കാൻ വേണ്ടിയിട്ടാണ് ഫോൺ കൊടുത്തത്. ആ വേളയിലാണ് പ്രിൻസിപ്പൽ അവിടേക്ക് എത്തുകയും ആ ഫോൺ പിടിച്ചെടുക്കുകയും ചെയ്തത്. പിന്നീട് പ്രിൻസിപ്പലിൻ്റെ ഓഫീസിലെത്തി ആ ഫോൺ തൻ്റേതാണെന്നും പിടിക്കപ്പെട്ട ആ കുട്ടിയുടെ കയ്യിലുള്ളതല്ല, തൻ്റേതാണ് ആ ഫോൺ, അത് തനിക്ക് നൽകണം എന്ന് ആവശ്യപ്പെടുകയും വൈഷ്ണവ് ചെയ്തു. പക്ഷേ ആ വേളയിലാണ് മാനേജർ ഈ കുട്ടിക്കെതിരായിട്ടുള്ള അക്രമ നടപടിയിലേക്ക് നീങ്ങിയത് എന്നുള്ള പരാതിയാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. കുട്ടിയുടെ കഴുത്തിലെ മസിലിന് പരിക്കേറ്റിട്ടുണ്ട്, കുട്ടി ചികിത്സ തേടിയിട്ടുമുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പോലീസ് നടപടിയിലേക്ക് നീങ്ങിയിരിക്കുന്നത്. കൊയിലാണ്ടി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ശിശുക്ഷേമ സമിതിക്കും പരാതി നൽകിയിട്ടുണ്ട്. ശിശുക്ഷേമ സമിതി ഈ വിഷയത്തിൽ കൊയിലാണ്ടി SHOയോട് റിപ്പോർട്ട് തേടിയിട്ടുമുണ്ട്. ഇതിൽ കർശനമായിട്ടുള്ള നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.